ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീരിയസ് കിച്ചൻ. കുറേ ആയി വീഡിയോ ഇടാണ്ട്, അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്തായാലും നമ്മൾ ഭക്ഷണം ആക്കുമ്പോൾ ഇഡ്ഡലി ആയാലും അപ്പങ്ങളായാലും എല്ലാം ബാക്കി വരലുണ്ട്. പക്ഷെ നമ്മളെന്താക്കും, അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മളത് ബാക്കി വന്നതെടുത്തിട്ട് പിറ്റേ ദിവസം കളയും. അപ്പോൾ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഒരു ഭക്ഷണവും കളയാതെ ബാക്കി വരുന്ന അപ്പമായാലും ഇഡ്ഡലി, അതുപോലെ എന്ത് ഒരു ചപ്പാത്തി ഇങ്ങനത്തെതെല്ലാം വരുമ്പോൾ അതിന് പുതിയതായിട്ടൊരു ഐഡിയ നമ്മൾ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഏത് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റുള്ള വെറൈറ്റി ഫുഡായിട്ട് തരും. അപ്പോൾ ഞാനിപ്പോൾ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് ബാക്കി വന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കളയാനും മനസ്സില്ല. അപ്പോൾ എത്രയോ ആൾ ഭക്ഷണം ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഭക്ഷണം കളയുന്നത് എത്ര ശരിയല്ല, ഭയങ്കര സങ്കടകരമായ വിഷയമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരുന്നപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചതാണ്, നമുക്ക് ഒന്ന് മുട്ടയെല്ലാം ഇട്ടിട്ട് ഇതാക്കിയിട്ട് ആ അപ്പത്തിൻ്റെ ഇതിനെ ചെറുങ്ങനെ കട്ടാക്കിയിട്ട് അത് മിക്സാക്കിയിട്ടാക്കിയ ഒരു വെറൈറ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് തീരും. അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ, എല്ലാം നമ്മൾ ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി, നല്ലോണം വഴറ്റിയിട്ടില്ല, കുറച്ച്. പിന്നെ അപ്പത്തിൻ്റെ ഇത് നമ്മൾ കട്ടാക്കി വെച്ചു. ഇതിനേക്കാളും ചെറുങ്ങനെ കട്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു മീഡിയം സൈസായിട്ടാണ് കട്ടാക്കിയിട്ടുള്ളത്. വേണമെങ്കിൽ നമ്മളതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒതുക്കി വരെ എടുക്കാം, ഇട്ടിട്ട് ആക്കാം. എന്നാൽ നല്ല അതിലും അധികം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതെല്ലാം വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കുക, ഗരം മസാല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കണം. നല്ലോണം മിക്സാക്കി അതിൻ്റെ പച്ചമണമെല്ലാം നല്ലോണം ഒന്ന് മാറുന്നത് വരെ നമ്മൾ അതൊന്ന് വഴറ്റിയെടുക്കുക എണ്ണയിൽ. എന്നിട്ട് നമ്മൾ മുട്ടയില്ലേ, ഞാൻ 4-5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയ്ക്ക് മുട്ട എടുത്ത് വെക്കാം. ആ മുട്ട നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് നല്ലോണം കലക്കി വെക്കാം. ഇല്ലെങ്കിൽ അങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം, പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ കലക്കി വെച്ചിട്ടിടുമ്പോൾ വേഗം അത് നല്ല ഒരു വണ്ണമില്ലതുപോലെ പൊന്തി വരും. അപ്പോൾ അങ്ങനെ ആക്കാം. അപ്പോൾ ഞാനതും ഇതിലേക്ക് ഇടണം. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്താൽ കുട്ടികൾക്ക് വേറെ ഇഷ്ടപ്പെടും. അവർക്കറിയില്ല അത് ബാക്കി വന്ന സാധനമാണെന്ന് അറിയില്ല, കാരണം നമ്മളിത് വേറെ രീതിയിലല്ല ആക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് എന്താക്കാം, ഭക്ഷണങ്ങൾ വെറൈറ്റി രീതിയിലാക്കിയിട്ട് കുട്ടികളെല്ലാം പറ്റിക്കാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ട് അതെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കാം. ഇങ്ങനെ ഇത്രയ്ക്ക് വഴറ്റണമെന്നൊന്നുമില്ല, പക്ഷേ ഞാൻ നല്ലോണം വഴറ്റി. അധികം വഴറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അധികം വഴറ്റാണ്ടും ഇരിക്കാൻ പാടില്ല. അപ്പോൾ മുട്ട ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് നല്ലോണം കലക്കി എടുക്കുന്നത് നല്ലതാണ്. അതിന് സമയമില്ലെങ്കിൽ നമുക്കിങ്ങനെ തന്നെ പൊട്ടിച്ചിട്ടിട്ട് ആവശ്യത്തിന് എണ്ണ വേണം കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കണം, അന്നെങ്കിലിങ്ങനെ പൊരി പോലെ വരുമല്ലോ. അപ്പോൾ അതൊന്ന് നല്ലോണം മിക്സാക്കി എടുത്തിട്ട് നമ്മളാക്കി വെച്ചിരിക്കുന്ന അപ്പമില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് മല്ലി അല്ലെങ്കിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടിട്ട് നല്ലോണം അതൊന്ന് ഇതാക്കി വറുത്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. നല്ലത് ഇതിനേക്കാളും ചെറുങ്ങനെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവുമേ. പക്ഷെ ഞാൻ കുറച്ച് വണ്ണത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കുക. വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, അതിലേക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ആ ചിക്കനും നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് അതിലിട്ടിട്ട് കുറച്ച് മസാലയും കുറച്ച് പറ്റായിട്ട് ഗ്രേവി പോലെ ആക്കിയെടുക്കുക. ഈ അപ്പം ഇട്ടിട്ട് ഗ്രേവി പോലെ, അപ്പം മിക്സെല്ലാം നമ്മൾ തിന്നുന്നില്ലേ, അതുപോലെ ഗ്രേവി പോലെ ആക്കിയിട്ടും എടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്.
ആർക്കെങ്കിൽ ഇങ്ങനെ അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കി വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.